ഹായ്, വെൽക്കം ബാക്ക് ടു ഐ കിച്ചൺ. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഐറ്റമായിട്ടുള്ള ചിക്കൻ 65ൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യം ഇതിനുള്ള മസാല റെഡിയാക്കാം. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും, ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാനുള്ള ബേസിക് മസാലപ്പൊടിയാണ്. കുറച്ചധികം മസാല ഇതുപോലെ റെഡിയാക്കിയിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ വീട്ടിൽ ചിക്കൻ 65 മസാല റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ 1 കിലോയ്ക്കുള്ള മസാല കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിലോട്ട് ചെറുതും വലുതുമായിട്ട് 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയില, പിന്നെ അല്പം പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ 65ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ 2.5 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോ മിസ്സായതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നമ്മുടെ 65ക്ക് ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടുന്നത്. മസാല നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന 65 മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കറക്റ്റായിട്ടുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഞാൻ അല്പം ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ എന്നും കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കാറില്ല. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അല്പം ചേർത്ത് കൊടുത്തതാണ്, നിങ്ങൾ ചേർക്കണം എന്നില്ല. പിന്നെ സാധാരണ നമ്മൾ 65ക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഈ സമയത്ത് മുട്ടയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളൂ, പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേർക്കരുത്. നമ്മൾ പൊരിക്കാൻ നേരത്ത് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് പൊരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് പിരിഞ്ഞു പോകും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ മുട്ടയും കോൺഫ്ലോറും ഒന്നും ഇടാതെയാണ് റെഡിയാക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ആ സമയം കൊണ്ട് വീണ്ടും നമുക്ക് ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊരിക്കുന്നതിന് മുന്നേ ഇതുപോലെ കൈവച്ച് തന്നെ ചിക്കൻ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ചധികം സമയമായല്ലോ, അപ്പോൾ മസാല ഓരോ ഭാഗത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. എന്നിട്ട് പൊരിക്കാനിടുമ്പോഴും ഓരോ പീസുകളായി കൈ കൊണ്ട് തന്നെ ഇതുപോലൊന്ന് എടുത്ത് എണ്ണയിലിടുന്നതാണ് നല്ലത്. എണ്ണയിലിട്ടതും അതേപടി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ചിക്കനിലുള്ള മസാല പിരിഞ്ഞു പോകും. ചിക്കൻ നല്ല കോട്ടിങ്ങോട് കൂടിയിട്ട് കിട്ടില്ല. കോഴി വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ കോഴി വാങ്ങിക്കാനായിട്ട് നോക്കുക കേട്ടോ. അതായത് അധികം മൂക്കാത്ത കോഴി വേണം 65 ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കാൻ. അപ്പോഴാണ് മീറ്റ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചും അത് കഴിഞ്ഞ്
ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുമാണ് ചിക്കൻ പൊരിച്ചെടുത്തത്. ഇതുപോലെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുകളിൽ കരിഞ്ഞു പോവും, അകത്ത് ചിക്കൻ വെന്ത് കിട്ടുകയില്ല. ഇതിപ്പോൾ അത്യാവശ്യം ചിക്കൻ നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ചിക്കൻ 65 റെഡിയായി കഴിഞ്ഞു. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.